പ്രശ്നം ഉണ്ടാക്കാനാണ് അതിന്റെ ഉദ്ദേശം. വർഗീയവാദിയായിട്ട് എല്ലാരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറഞ്ഞു. മലപ്പുറത്ത് നിന്നപ്പോ ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്നത് സത്യമല്ലേ? സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? സ്ഥലം എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. 9 വർഷത്തിനിടെ താൻ കുറെ നാളായി തുടങ്ങിയിട്ട്. ഈ റിപ്പോർട്ടർ ടിവിക്ക് എന്താ പറ്റിയേ? ചെല്ലുന്നോടൊന്നൊക്കെ അടി കിട്ടുകയാണല്ലോ. ഈ ചാനലുകൾ തമ്മിലുള്ള ഈ കിടമത്സരത്തിൽ ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള ഈ വെപ്രാളത്തിൽ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രൂപമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വെച്ച് അവിടെ റിപ്പോർട്ടർ ടി വി പ്രസാദിന് കണക്കിന് കിട്ടി. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ആയപ്പോൾ മുഖ്യമന്ത്രിയെ പോലും ഒരു ഘട്ടത്തിൽ അങ്ങ് ചൊടിപ്പിക്കുകയും ഇയാളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പത്രപ്രവർത്തകരോട് ആവശ്യപ്പെടുന്ന ഒരു ഭാഗവും നമ്മൾ കണ്ടു. നാണം കിട്ടുപോയൊരവസ്ഥയായിരുന്നു അത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പത്രക്കാർ എന്ന് പറഞ്ഞത് 4ാം ഭരണഘടനയിലെ 4ാം നെടുന്തൂണാണ്, കാവൽക്കാരനാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലായിടത്തും പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഇന്നലെ തന്നെയാണ് വെറുതെ പോയ നടേശനെ ചൊറിയാൻ പോയിട്ട് SNDPയുടെ ഒരു സാമുദായിക നേതാവാണ്. അയാളോട് പോയിട്ട് രാഷ്ട്രീയം ചോദിക്കുന്നു, നിങ്ങൾ വർഗീയവാദിയല്ലേ? അയാൾക്ക് ഏതാണ്ട് ഒരു 10-90 വയസ്സായി. അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും എന്തൊക്കെ പറയണമെന്നുള്ള ഒരു രൂപമില്ല. അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെ രക്ഷിച്ചെടുക്കാനും അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾക്കും വേണ്ടിയേ അദ്ദേഹം പലപ്പോഴും പലതും പറയാറുണ്ട്. അതൊന്നും ആരും മുഖവിലക്കെടുക്കാറുമില്ല. അദ്ദേഹം പറയുന്നത് പോലെയല്ല കേരള രാഷ്ട്രീയവും നടക്കുന്നത്. അദ്ദേഹത്തിനോട് ഈ രാഷ്ട്രീയം സംസാരിക്കേണ്ട കാര്യം ഈ പത്രപ്രവർത്തകർക്കില്ല. അദ്ദേഹത്തിൻ്റെ സാമുദായികമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഇന്നലെ ശിവഗിരിയിലൊക്കെ സമ്മേളനം നടക്കുന്ന സമയത്ത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും സാമുദായിക പ്രശ്നങ്ങളും ഉണ്ടാക്കാനും ഒരു മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും വീട് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന് അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നം ഈ നാട്ടിൽ പരസ്പരം അടി കൂടുക ജനങ്ങൾ എന്നുള്ളതാണ്. ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ചോദ്യം ചോദിച്ച് അയാൾക്ക് സ്ഥലം വിടാം, പക്ഷേ ഇവിടെ നാട്ടിൽ നടക്കുക വലിയ കലാപമായിരിക്കും. അത് ഈ പത്രപ്രവർത്തകർ ആലോചിക്കുന്നില്ല. ചിലപ്പോൾ നടേശന് എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞെന്നിരിക്കും. ഇതും ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ച് നാട്ടിൽ കലാപം സൃഷ്ടിക്കുകയും തങ്ങളുടെ മാധ്യമങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടണം, ഈ മാധ്യമങ്ങൾ തമ്മിൽ പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയയിലെ TV ചാനലുകാർ തമ്മിൽ ഈ അന്തിച്ചർച്ചകളിലൊക്കെ വലിയ യുദ്ധമാണ്. കാരണം തങ്ങൾക്ക് 1ാം സ്ഥാനത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്പരം പോരടി, കേസ് കൊടുക്കൽ അതൊക്കെ ഉണ്ട്. റിപ്പോർട്ടർ TV ആണെങ്കിൽ ഈ അടുത്ത കാലത്ത് അതിന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കണക്കുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പിന്തുണയ്ക്കുന്ന അവതാരകരെ അതിനകത്ത് കൊടുന്നിരുത്തും. എന്നിട്ട് പരസ്പരം ഇരുന്നിട്ട് തമ്മിൽ തല്ലും. 1 മണിക്കൂർ ഇരുന്ന് ഈ നാട്ടിലെ സമാധാനം മുഴുവൻ കെടുത്തിയിട്ട് അവർ പിന്നണിയിൽ പോയി ലോയം കുടിച്ച് ചായയും കുടിച്ച് പിരിയും. അടുത്ത ദിവസം നമുക്ക് എന്തൊക്കെ പറയണം, ആരാരുടെ ഭാഗമൊക്കെ പറയണം എന്നൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് വന്ന് ഇവിടെ ഇരുന്ന് പൊരിഞ്ഞ് തല്ലുകൂടും. അതൊക്കെ കേട്ട് ഈ നാട്ടിൽ ഈ പൊട്ടന്മാരായ ജനങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങും, പരസ്പരം തെറി വിളിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ നടേശനെ പോലെയുള്ള ഒരു മനുഷ്യനോട് വേണ്ടാത്ത ചോദ്യം ചോദിച്ചു, നിങ്ങൾ വർഗീയവാദിയാണോ എന്ന് ചോദിച്ചു. അയാൾക്ക് എന്തോ ഒരു കെറിവുണ്ട്. മലപ്പുറത്തോ അല്ലെങ്കിൽ ഏതോ 1-2 ജില്ലകളിൽ SNDPക്ക് സ്കൂൾ കിട്ടിയില്ലാത്തറേ. അത് ആരുടെ കാലഘട്ടത്തിലാണ് കിട്ടാത്തതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അത് ഈ ബൈറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എൻ്റെ നേരെ ഇട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞ് ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിദ് ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അവരോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി, ഒരു പക്വത. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി എത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ? അതെന്തോ ആവട്ടെ, അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്. ഏതാണ്ട് 90 വയസ്സിന് അടുത്ത് പ്രായമായി എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഏജിങ് എന്നുള്ള പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു പക്വതയാർന്ന ചോദ്യങ്ങൾ ചോദിക്കുക,
അദ്ദേഹം എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞാൽ അത് ഈ ഉണ്ടാക്കാൻ പോകുന്ന കലാപങ്ങൾ കേരളത്തിൽ എന്തായിരിക്കുമെന്ന് ആലോചിക്കാനുള്ള കഴിവെങ്കിലും ഈ പത്ര മാനേജ്മെൻറ്റുകളും ടി വി മാനേജ്മെൻറ്റുകളും കാണിക്കണമെന്നുള്ള ഒരു വിനീതമായ അഭിപ്രായമുണ്ട്. കാരണം അതിനെ തുടർന്ന് അദ്ദേഹം ഇന്ന് അതേ ടി വിയുടെ റിപ്പോർട്ടറോട് ഇന്നലത്തെ പത്രപ്രവർത്തകന് ഒരു തീവ്രവാദിയാണ് എന്ന് അദ്ദേഹം പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചു. അതിന്നുണ്ടാക്കാൻ പോകുന്ന കലാപം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം വൃത്തികെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു കാര്യവും ഈ മീഡിയക്കാർക്കില്ല. അവർക്കത് ഡ്യൂട്ടിയല്ല. നാട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാക്കാം, നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്ന് നാട്ടിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും സമാധാനം കൊണ്ടുവരാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ചിലർ മാപ്രകളെന്നൊക്കെ പറഞ്ഞാണ് ഈ വിഭാഗത്തിനെ കളിയാക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരെ അങ്ങനെ വിളിച്ചാൽ പോരാന്നാണ് തോന്നുന്നത്. ഇന്ന് വെല്ലുവിളിയായിരുന്നു റിപ്പോർട്ടർ ടി വിയിൽ. ഈ വിധത്തിൽ നടേശനെ പ്രകോപിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ ഈ പ്രായത്തിൽ ഇനി വേറെന്തെങ്കിലും വിളിച്ചു പറയും. അത് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ ജനം ഏറ്റെടുക്കും. ജനം ഏറ്റെടുത്ത രണ്ട് മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരോ സമുദായങ്ങളിലുള്ള ആൾക്കാരോ തമ്മിൽ വീണ്ടും ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കും. അങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇത്തരം ആൾക്കാരെ അവരുടെ വഴിക്ക് വിടുക, മൈൻഡ് ചെയ്യാതെ വിടുക. അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരിനി വോട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. പക്ഷേ ഈ ഒരാളെ കോടതിയിൽ കയറി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഏർപ്പാടുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതേ റിപ്പോർട്ടർ ടി വിയാണ് മെനക്കെട്ടത്. ഇന്നലെയും റിപ്പോർട്ടർ ടി വിക്കാണ് അടി കിട്ടിയത്. ഇന്നും അതേ റിപ്പോർട്ടർ ടി വിയുടെ ഒരു മാധ്യമ പ്രവർത്തകന് നേരെയാണ് നമ്മുടെ ഈ നടേശൻ പ്രതികരിച്ചത്. ഈ തോതിലാണ് പോക്കെങ്കിൽ നമ്മുടെ നാട് പോകുന്നത് വലിയൊരു അപകടത്തിലേക്കായിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ സമാധാനപ്രിയരായ മനുഷ്യർ ചിന്തിക്കണം. ഇത് മൈൻഡ് ചെയ്യരുത്, തള്ളിക്കളയണം. ഈ ടി വിയിലെ അവതാരകരും റിപ്പോർട്ടർമാരും കുറേ കൂടെ പക്വമായി പെരുമാറണമെന്നുള്ള ഒരു അപേക്ഷയുണ്ട്. പ്രത്യേകിച്ചും അരുൺകുമാർ, സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുള്ളവരാണ്. പക്ഷെ അവർ പോലും പലപ്പോഴും അവരുടെ നിലവിട്ട് പെരുമാറുന്നു എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയരുത് എന്നുള്ള ഒരഭിപ്രായം കൂടിയുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കും ഇക്കാര്യത്തിൽ വളരെ മാന്യമായി പ്രതികരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. വെള്ളാപ്പള്ളിയെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് ഇത്ര പൊള്ളൽ വസീഫ്? വെള്ളാപ്പള്ളിയെ കുറിച്ചല്ലേ ചോദ്യം? CPM നേതാക്കളെ കുറിച്ച് അല്ലല്ല എന്റെ ചോദ്യം. നമ്മുടെ ചോദ്യം തന്നെ വെള്ളാപ്പള്ളിയോട് സമീപനമോ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെ ശക്തമായി തള്ളിക്കളയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് കോൺഗ്രസിനെതിരെയാണ്. ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടിക്കെട്ടുമ്പോ സ്മൃതിക്കെന്തിന് അസ്വസ്ഥത? എനിക്കൊരു അസ്വസ്ഥതയില്ല. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുമായി പുണ്യാളന്മാരുടെ സംഘടനയാണ്. അല്ല, നിങ്ങളുമായി ജമാഅത്തെ ഇസ്ലാമി പുണ്യാളന്മാരുടെ സംഘടനയാണ്.